ഹായ്! എല്ലാവർക്കും സ്വാഗതം പാറൂസ് ഡ്രീംലാൻഡിലേക്ക്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് ഭരതനാട്യത്തിലെ 3 സെമി ക്ലാസിക്കൽ സ്റ്റെപ്സുകളാണ്. എല്ലാ തരത്തിലുള്ള സെമി ക്ലാസിക്കൽ സോങ്ങുകളിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റെപ്സുകളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെയാണ് ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അരമണ്ഡലത്തിൽ ഇങ്ങനെ ഇരിക്കുക. 2 കൈയിലും ഇങ്ങനെ ഈ ആദ്യത്തെ മൂന്ന് വിരലുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുക. എന്നിട്ടത് നെഞ്ചിന് നേരെ വയ്ക്കുക. എന്നിട്ട് ആദ്യം നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് ചെയ്യേണ്ടത്. റൈറ്റ് സൈഡിലേക്ക് റൈറ്റ് കാലിങ്ങനെ മടമ്പിൽ കുത്തിയിട്ട് ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ കാലിങ്ങനെ ഉറപ്പിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് കാലെടുത്ത് അതിൻ്റെ മുൻപിലായിട്ട് വിരലുകളിൽ കുത്തിയിട്ട് വയ്ക്കുക. കേട്ടോ, ഇങ്ങനെ വിരലുകളിൽ കുത്തിയിട്ട് റൈറ്റ് കാലിൻ്റെ മുൻപിലായിട്ട് വയ്ക്കുക. അപ്പോൾ വയ്ക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ ഈ കാലിൻ്റെ മുട്ട് സൈഡിലേക്കായിരിക്കണേ, അല്ലാതെ മുന്നിലേക്കൊന്നും ഇങ്ങനെ വരരുത്. നമ്മുടെ ഈ മുട്ട് സൈഡിലേക്കായിട്ട് ഉണ്ടാവണം. അപ്പോൾ എങ്ങനെയാണ് നമ്മളിങ്ങനെ അരമണത്തിലിരിക്കുക. എന്നിട്ട് റൈറ്റ് കാല് ഇങ്ങനെ നീട്ടി വയ്ക്കുക മടമ്പിൽ കുത്തിയിട്ട്. എന്നിട്ട് റൈറ്റ് കാല് അവിടെ പ്രസ് ചെയ്ത് വെക്കുക. ലെഫ്റ്റ് കാലെടുത്ത് റൈറ്റ് കാലിൻ്റെ മുന്നിലായിട്ട് ഇങ്ങനെ വെക്കുക. ആ കാലുകളിൽ ഇരിക്കുക. ഇങ്ങനെയാണ് കാലിൻ്റെ സ്റ്റെപ്പ് വരുന്നത്. കൈയുടെ സ്റ്റെപ്പ് വരുന്നത് നമ്മൾ ഇങ്ങനെയല്ലേ ഉള്ളത്. ആ കൈ ആദ്യം റൈറ്റ് കൈ റൈറ്റ് സൈഡിലേക്ക് നീട്ടുക. നമ്മുടെ ഷോൾഡർ ലെവലിൽ തന്നെ നീട്ടണേ. എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നോക്കുക. നീട്ടുമ്പോൾ കൈകൾ ഇങ്ങനെ പിടിക്കുക. ഈ ഒരു രീതിയിൽ വിടർത്തി പിടിക്കുക. എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് നോക്കുക. റൈറ്റ് സൈഡിലേക്ക് ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ലെഫ്റ്റ് കാൽ എടുത്തു വെക്കുന്ന സമയത്ത് റൈറ്റ് കൈ തിരിച്ചു കൊണ്ടുവരിക. എന്നിട്ട് ലെഫ്റ്റ് കൈ ലെഫ്റ്റ് സൈഡിലേക്ക് നീട്ടിപ്പിടിക്കുക. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് വേണം? അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് കൈ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്യുക. മുകളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ പിടിക്കുക. നമ്മളിങ്ങനെ പിടിച്ചില്ലേ, അതേ രീതിയിൽ തന്നെ, പക്ഷെ നമ്മൾ മുകളിൽ കൊണ്ടുവന്ന് കൈകൾ തിരിച്ചു പിടിക്കുക. ഇങ്ങനെ തലയുടെ മുകളിലായിട്ട് തിരിച്ചു പിടിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഉണ്ടാവുക. അപ്പോൾ അവിടുന്ന് കൈകൾ എന്ത് ചെയ്യണം? നമ്മൾ വെറുതെ ഒന്ന് കൈ ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കുക. എന്നിട്ട് നേരെ തിരിച്ച് മുകളിലേക്ക് കൊണ്ടുവരിക. ചെറുതായിട്ട് കൈ ഒന്നിങ്ങനെ അനക്കി കൊടുക്കുക. ഇങ്ങനെ വെച്ച് കൈ ചെറുതായിട്ടൊന്നിങ്ങനെ അനക്കി കൊടുക്കുക. പിന്നീട് മുകളിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് കൈ എന്ത് ചെയ്യണം? റൈറ്റ് കൈ റൈറ്റ് സൈഡിലേക്ക് നീട്ടുക. അവിടുന്ന് ഇങ്ങനെ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെയുള്ളത് അവിടുന്ന് ഇങ്ങനെ ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരിക. റൈറ്റ് കൈ റൈറ്റ് സൈഡിലേക്ക് നീട്ടുക. ഇങ്ങനെ ചെയ്യുക. മുകളിലേക്ക് കൊണ്ടുവന്ന് പിടിക്കുക. അപ്പോൾ അത് മുഴുവനായിട്ട് എങ്ങനെ ചെയ്യേണ്ടത് ഞാൻ സ്ലോലി കാണിച്ചു തരാം. ഇങ്ങനെ പിടിക്കുക. 1 2 3 4 ഇങ്ങനെയാണ് അത് വരിക. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പ് തന്നെയാണ്. പക്ഷെ നമ്മൾ കാലുകൾ വെക്കുന്നതും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ ആ കൈകൾ വെക്കുമ്പോൾ ആ സൈഡിലേക്ക് ആ ഒരു ബെൻഡ് ശ്രദ്ധിക്കണം. അതുപോലെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അനക്കാൻ പറഞ്ഞില്ലേ കൈ, ആ ഒരു രീതിയിലും ചെയ്യണം. റൈറ്റ് കൈ നമ്മൾ രണ്ടാമത് ഇങ്ങനെ ചെയ്യുന്നില്ലേ, അപ്പോഴും ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ കാലുകളും ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞല്ലോ, വെക്കുന്ന ഈ വിരലുണ്ടല്ലോ നമ്മുടെ റൈറ്റ് കാലിൻ്റെ, ആ ഒരു വിരലിൻ്റെ അടുത്തേക്കായിട്ട് തന്നെ ഈ ലെഫ്റ്റ് കാല് എടുത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ നമുക്കിനി രണ്ടാമത്തെ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഇങ്ങനെയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത്. അപ്പം ഞാൻ നേരത്തെ ചെയ്തപ്പോൾ നിങ്ങൾ എൻ്റെ കാലുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഞാൻ കൈയും കാലും ഒരു സൈഡിലേക്ക് നീട്ടിയിട്ടല്ല കറങ്ങിയത്. നമ്മൾ റൈറ്റ് കൈ മുന്നിലേക്ക് നീട്ടുമ്പോൾ ലെഫ്റ്റ് കാലാണ് നീട്ടേണ്ടത്, അതും ബാക്കിലോട്ടേക്ക്. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഉണ്ടാവുക? ജസ്റ്റ് ലെഫ്റ്റ് കാല് ബാക്കിലേക്ക് നീട്ടുക. റൈറ്റ് കാല് പൊക്കിയിട്ടാണ് കറങ്ങേണ്ടത്. അതുപോലെ തന്നെയാണ്
നമ്മൾ ലെഫ്റ്റ് കൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? റൈറ്റ് കാല് ബാക്കിലേക്ക് നീട്ടുക, ലെഫ്റ്റ് കാല് പൊക്കിയിട്ട് കറങ്ങാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ എങ്ങനെയാണെന്ന്? നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. എന്നിട്ട് കൈ നീട്ടുന്ന സമയത്ത് കാലെടുത്ത് ബാക്കിൽ ഇങ്ങനെ മടമ്പിൽ കുത്തി വെക്കുക. കാല് മടമ്പിൽ കുത്തി വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ റൈറ്റ് കാൽ ഉണ്ടല്ലോ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉയർത്തിയിട്ട് കറങ്ങാം. അപ്പൊ നമ്മൾ ഈ കറങ്ങുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ഈ കാല് ഉയർത്തിയിട്ട് ഇങ്ങനെ നമുക്ക് കറങ്ങാൻ പറ്റില്ല. അതിനെ ജസ്റ്റ് താഴെ വച്ചിട്ട് മാത്രം ഈ കാല് ഉയർത്തിയിട്ട് കറങ്ങിയാൽ മതി. അതുപോലെ തന്നെയാണ് ഈ സൈഡിൽ ചെയ്യുമ്പോഴും. റൈറ്റ് കാല് വെക്കുക, അതിനെ വച്ചിട്ട് ജസ്റ്റ് അവിടെ തന്നെ വെക്കണ്ട, ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് വച്ചിട്ട് കറങ്ങാം. അല്ലാതെ അവിടെ തന്നെ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് കറങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് ബാലൻസ് പോവും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വെക്കുക, ജസ്റ്റ് അതിനെ ഒന്ന് തിരിച്ചിട്ട് കാല് പൊക്കിയിട്ട് കറങ്ങാം. അവിടെ ഒരു എന്താ പറയാ, ബാലൻസ് നമ്മൾ കൊടുത്തിട്ട് ഈ കാല് ഉയർത്തുക. അതുപോലെ തന്നെ ഈ സൈഡ് ചെയ്യുമ്പോഴും ഈ കാലിന് ജസ്റ്റ് തിരിച്ചൊരു ബാലൻസ് കൊടുത്തതിന് ശേഷം മാത്രം ഈ കാല് ഉയർത്തിയിട്ട് കറങ്ങാം. അപ്പൊ നമുക്കിനി കൈകൾ എങ്ങനെയാന്ന് നോക്കാം. കൈകൾ നമ്മൾ ലെഫ്റ്റ് കൈ നമ്മൾ മുകളിൽ ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ടുണ്ടാവും. റൈറ്റ് കൈ നെഞ്ചിന് നേരെയും. രണ്ടിലും സെയിം രീതിയിൽ തന്നെ പിടിക്കുക. ഒന്ന് മുകളിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ തിരിച്ചു പിടിക്കുക, റൈറ്റ് കൈ നെഞ്ചിന് നേരെയായിട്ട് പിടിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ ലെഫ്റ്റ് കാല് ബാക്കിൽ വെക്കുന്ന സമയത്ത് റൈറ്റ് കൈ റൈറ്റ് ഫ്രണ്ട് കോർണറിലേക്ക് നീട്ടി പിടിക്കുക. എങ്ങനെയാണ്? ജസ്റ്റ് 1, കാലും കൈയും ഒരുമിച്ച്. റൈറ്റ് കൈ നീട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ ലെഫ്റ്റ് കാല് ബാക്കിലേക്ക് നീട്ടുക. എന്നിട്ട് എന്ത് ചെയ്യണം? കറങ്ങി വരുമ്പോൾ ഇത് ഈ കൈ തിരിച്ച് നെഞ്ചിന് നേരെ തന്നെ വരും. ഇങ്ങനെയാണ് 1, 2 ഇങ്ങനെ വരും. ഇതേപോലെ തന്നെയാണ് ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോഴും. ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് കൈ തലയുടെ മുകളിലായിട്ട് തിരിച്ചു വയ്ക്കുക, ലെഫ്റ്റ് കൈ നെഞ്ചിന് നേരെ പിടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ലെഫ്റ്റ് കൈ നീട്ടുമ്പോൾ റൈറ്റ് കാല്, ലെഫ്റ്റ് കൈ എങ്ങോട്ടേക്കാണ് നീട്ടേണ്ടത്? ലെഫ്റ്റ് ഫ്രണ്ട് കോർണറിലേക്ക് നീട്ടുക. അപ്പൊ റൈറ്റ് കാല് ബാക്കിലേക്കായിട്ട് എടുത്ത് വെക്കുക. നമ്മൾ ഷോൾഡർ ലെവലിൽ തന്നെ ഉയർത്തണേ, താഴേക്കാക്കരുത്, ഷോൾഡർ ലെവലിലേക്ക് തന്നെ ഉയർത്തുക. എന്നിട്ട് നമ്മൾ ബോഡി കുറച്ച് ബെൻഡ് ചെയ്ത് കൊടുക്കണം. അത് റൈറ്റ് സൈഡ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ, ബോഡി ചെറുതായിട്ട് റൈറ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോഴും ബോഡി ചെറുതായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ബെൻഡ് ചെയ്യുക. നമ്മൾ കൈകൾ എങ്ങോട്ടാണോ പോകുന്നത് അങ്ങോട്ടേക്ക് നോക്കുക, കൈകളിലേക്കല്ല നോക്കേണ്ടത്, കുറച്ച് ദൂരേക്കായിട്ട് നോക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കറങ്ങി വരിക. ഓക്കെ. അപ്പൊ നമ്മളിത് റൈറ്റ് മാത്രമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ലെഫ്റ്റ് മാത്രമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ കാണിച്ച പോലെ 2 സൈഡിലും ഒരുമിച്ച് വേണമെങ്കിലും ചെയ്യാം. അത് നിങ്ങളുടെ ആ ഒരു സോങ്ങിന്റെ രീതിക്കനുസരിച്ച് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് അതൊന്നും കൂടി കാണിക്കാം. അപ്പോൾ 2 സ്റ്റെപ്സുകൾ നമ്മൾ കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 3ാമത്തെ സ്റ്റെപ്പാണ്, ലാസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പൊ അതെങ്ങനെയാന്ന് നമുക്ക് നോക്കാം. അത് മെയിൻലി വരുന്നത് കാലിന്റെ സ്റ്റെപ്പാണ്. അത് കൈകൾക്ക് പ്രത്യേകിച്ച് സ്റ്റെപ്സ് ഒന്നുമില്ല. കാലിന്റെ ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൈകൾ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. വെള്ളം ഒഴുകുന്ന പോലെ വേണമെങ്കിൽ കാണിക്കാം, കൃഷ്ണന്റെ പോസ് ചെയ്യാം, ശിവ പോസിൽ ചെയ്യാം, ദേവിയെ കാണിക്കുന്ന രീതിയിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു കാലിന്റെ സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞാൽ കൈകളുടെ സ്റ്റെപ്പ് നമുക്ക് മാറി മാറി പല രീതിയിലേക്കായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കാലുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അരമണത്തിലിരിക്കുക. അരമണത്തിലിരിക്കുമ്പോൾ ഇങ്ങനെയല്ല ഇരിക്കേണ്ടത്, കാലുകൾ എൽ ഷേപ്പിൽ വെച്ചിട്ട് ഇരിക്കുക. നമ്മുടെ റൈറ്റ് കാല് ഇങ്ങനെ വെക്കുക, ലെഫ്റ്റ് കാല് കുറച്ച് ചരിച്ചിട്ട് വെക്കുക. റൈറ്റ് കാല് മുന്നിലേക്കായിട്ടും ലെഫ്റ്റ് കാല് കുറച്ച് ഇങ്ങനെ ചരിച്ചിട്ടും വെക്കുക. എന്നിട്ട് നമ്മൾ അരമണത്തിലിരിക്കുക. പക്ഷെ നമ്മൾ നേരെ നോക്കിയിട്ടിരിക്കണം, അല്ലാതെ സൈഡിലേക്ക് ഇങ്ങനെ ചരിഞ്ഞിട്ടിരിക്കരുത്. കാലുകൾ മാത്രം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചരിച്ച് വെക്കുക. പക്ഷെ നമ്മുടെ ബോഡി ഫ്രണ്ടിലേക്കായിരിക്കണം. കൈകൾ നമുക്ക് ഇവിടെ വെക്കാം ആദ്യം, കാരണം ആദ്യം നമുക്ക് കാലുകളുടെ സ്റ്റെപ്പ് പഠിക്കാം. അപ്പോൾ കാലുകൾ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ റൈറ്റ് കാല് ഒന്നിങ്ങനെ ചവിട്ടുക, 1. പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ കാല് വിരലുകളിൽ ഉയർത്തിയിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ മടമ്പുണ്ടല്ലോ അത് മാത്രം ഇങ്ങനെ ഒന്ന് താഴ്ത്തുക. എങ്ങനെയാണ്? 1, 2.
അതിനുശേഷം നമ്മുടെ ലെഫ്റ്റ് കാല് ഉയർത്തിയിട്ട് വിരലുകളിൽ ഇങ്ങനെ വെക്കുക. എങ്ങനെയാണ്? ലെഫ്റ്റ് കാല് ഉയർത്തിയിട്ട് വിരലുകളിൽ ചവിട്ടുക, മുഴുവനായിട്ട് ചവിട്ടാതെ. അതിനുശേഷം ഇത് താഴ്ത്തി വെക്കുക. മനസ്സിലായോ? എങ്ങനെയാണ്? 1 2 3 4 1 2 3 4. അപ്പൊ നമുക്കത് സ്പീഡ് കൂട്ടിയിട്ട് ചെയ്യാം. 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4. നിങ്ങളുടെ ആ ഒരു കൈകളുടെ സ്റ്റെപ്പ് എങ്ങനെയാണോ വരുന്നത്, അതുപോലെ മ്യൂസിക് എങ്ങനെയാണോ വരുന്നത്, അതിനനുസരിച്ച് സ്പീഡ് കൂട്ടിയിട്ടും സ്പീഡ് കുറച്ചിട്ടും ഒക്കെ ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് നമുക്ക് ഒരുപാട് രീതിയിൽ നമ്മുടെ കൈകൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അതെങ്ങനെയാ? ഞാൻ പറഞ്ഞല്ലോ, വെള്ളം ഒഴുകണ പോലെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിൽ ചെയ്യാം. 1 2 എങ്ങനെയാണ്? വെള്ളം ഒഴുകുന്ന കാണിക്കാൻ എല്ലാവർക്കും അറിയായിരിക്കല്ലോ. ജസ്റ്റ് നമ്മൾ 2 കൈകളും മുന്നിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് ഇങ്ങനെ ഒഴുക്കി കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിൽ നിന്നും കൈകൾ ഇങ്ങനെ ഒഴുക്കി കൊടുക്കാം. അതുപോലെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പിന് കൃഷ്ണന്റെ ആ ഒരു പോസ് പിടിച്ചിട്ടും ചെയ്യാം. ഇങ്ങനെ പിടിച്ച് കളിക്കാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ദേവിയുടെ പോസ് നമുക്ക് കാണിക്കാം. സെയിം സ്റ്റെപ്പിൽ. അതുപോലെ നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതുപോലെ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ശിവന്റെ ആ ഒരു പോസും നമുക്ക് വേണമെങ്കിൽ കാണിക്കാം. എങ്ങനെയാണ്? അതുപോലെ ഇതിൽ വരുന്ന വേറൊരു സ്റ്റെപ്പ് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ പിടിക്കുക. 1 2 3 4 1 2 3 4. ഈ ഒരു കൈകളുടെ സ്റ്റെപ്പ് എങ്ങനെയാ ഞാൻ പറഞ്ഞുതരാം. 2 കൈ നമ്മൾ ഇങ്ങനെ നെഞ്ചിന് നേരെ ഇങ്ങനെ 3 വിരൽ ഇങ്ങനെ കൂട്ടിയിട്ട് പിടിക്കുക. എന്നിട്ട് നമ്മൾ 2 കൈകളും മുകളിലേക്ക് ഉയർത്തിയിട്ട് സൈഡിലേക്ക് കൊണ്ടുപോവാം. ലെഫ്റ്റ് കൈ ഇങ്ങനെ മുകളിൽ തന്നെ വെക്കുക, റൈറ്റ് കൈ താഴേക്ക് കൊണ്ടുവരിക. 2 കൈകളിലും ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം 2 കൈകളും ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ ഇരുന്ന കൈ ആദ്യം പിടിച്ചില്ലേ, അതുപോലെ പിടിക്കുക. വീണ്ടും ഓപ്പൺ ചെയ്യുക, ഇങ്ങനെ പിടിക്കുക. അപ്പോൾ ആദ്യം നമ്മൾ കൈകൾ മുകളിലേക്ക് ഉയർത്തുമ്പോൾ മുകളിലേക്ക് നോക്കുക, എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് നോക്കുക, പിന്നീട് ലെഫ്റ്റ് കൈയിലേക്ക് നോക്കുക, പിന്നീട് വീണ്ടും റൈറ്റ് കൈയിലേക്ക്, ലെഫ്റ്റ് കൈയിലേക്ക്. ഇങ്ങനെയാണ് നമ്മൾ ലുക്ക് കൊടുക്കേണ്ടത്. അപ്പൊ കൈകളും കാലുകളും ഒരുമിച്ച് വരുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം? നമ്മൾ ആദ്യം ഇങ്ങനെ 1 ചവിട്ടുമല്ലോ, ആ സമയത്ത് തന്നെ കൈകൾ ഉയർത്തിയിട്ട് സൈഡിലേക്ക് കൊണ്ടുപോകണം. എങ്ങനെയാണ്? ശ്രദ്ധിച്ചോളൂ. 1ൽ തന്നെ നമ്മൾ കൈകൾ ഉയർത്തി സൈഡിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അവിടുന്ന് അതേ സ്ഥലത്ത്, അതായത് റൈറ്റ് കൈയിലേക്ക് തന്നെ ലുക്ക് കൊടുത്തുകൊണ്ട് തന്നെ 2 ചവിട്ടുക. 2 അറിയാലോ, കാലുകൾ ഇങ്ങനെ ഉയർത്തിയിട്ട് ചവിട്ടുക. അതിനുശേഷം 3 ചെയ്യുമ്പോൾ നമ്മൾ ലെഫ്റ്റ് കൈയിലേക്ക് നോക്കുക. 3, പിന്നെ 4, പിന്നെ വീണ്ടും 5 6 7 8. പിന്നെ നമ്മൾ വീണ്ടും കൈ ഉയർത്തണ്ട. ആദ്യം നമ്മൾ കൈ ഉയർത്തി 2 3 4. പിന്നീട് വീണ്ടും നമ്മൾ സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യാം. അതായത് കാലിന് സെയിം സ്റ്റെപ്പ് തന്നെ ചെയ്യാം. പക്ഷെ കൈകൾ വീണ്ടും ഇവിടെ കൊണ്ടുവന്ന് ഉയർത്തിയിട്ട് കൊണ്ടുവരണ്ട. കൈകൾ നമ്മൾ ഇവിടെയുള്ള കൈ ഉണ്ടല്ലോ, ജസ്റ്റ് നമ്മൾ 5 ചവിട്ടുമ്പോൾ എന്ത് ചെയ്യണം? 5 ചവിട്ടുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കൈ ഓപ്പൺ ചെയ്യാം. കൈ ഓപ്പൺ ചെയ്ത് നമ്മൾ റൈറ്റ് കൈയിലേക്ക് നോക്കുക. വീണ്ടും 6 ചവിട്ടുമ്പോഴും നമ്മുടെ കണ്ണ് റൈറ്റ് കൈയിലേക്ക് തന്നെ കൊടുക്കുക, അതായത് റൈറ്റ് സൈഡിലേക്ക് തന്നെ കൊടുക്കുക. കൈയിലേക്ക് നോക്കരുത്, കുറച്ച് ദൂരേക്ക് നോക്കുക. പിന്നെ 7 8 നമ്മൾ ഇങ്ങനെ ഇരുന്ന കൈ ഇങ്ങനെ കൊണ്ടുവരിക, ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുക. ഇങ്ങനെ വരും. 1 2 3 4 1 2 3 4 എന്ന് വരും. അപ്പൊ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ നമ്മുടെ കൈകളുടെ മൂവ്മെന്റ്സ് മാറ്റി ഒരു സോങ്ങിൽ തന്നെ നമുക്ക് ഒരുപാട് തവണ ഈ ഒരു സ്റ്റെപ്പ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഞാനിന്ന് കാണിച്ച 3 സ്റ്റെപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. അതുവരെയ്ക്കും